Hello, this is we Jasna and Stevin. Today I'm going to show you our Slovakia trip. We get ready early in the morning, going straight to catch the tram. And then we reach the train station. ഇപ്പോൾ നമ്മൾ ട്രെയിനിലാണ്. നമ്മൾ മോർണിംഗ് ഒരു 7:30 ആയിരുന്നു നമ്മുടെ ട്രെയിൻ. അധികം ആൾക്കാരാരുമില്ല. And we can see some beautiful scenery here. അങ്ങനെ ബ്രാറ്റിസ്ലാവ എത്തി. ഡെയിലി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രാം പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ലോവാക്യയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലാവ എന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു ഗൈഡ് ടൂറാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. ആൻഡ് ദിസ് ഈസ് അവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയർ ആണ്. ഫുൾ ബിൽഡിങ്സ് ഒക്കെ അറൗണ്ട് ആയിട്ട്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ക്യുമിൽ സ്റ്റാച്ചു. ഗൈഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അവിടെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാച്യൂസ്. അപ്പോൾ ഗൈഡെല്ലാം നമുക്ക് ഓരോ സ്റ്റാച്യൂവിനും എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ഞാൻ പറ്റാവുന്ന സ്റ്റാച്യൂസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ് അവിടുത്തെ. ആൻഡ് നൗ ഞങ്ങൾ ഇപ്പോൾ ബ്രാറ്റിസ്ലാവ കാസിലിൻ്റെ ഫ്രണ്ടിലാണ്. അവിടുത്തെ ഫ്രണ്ട് വ്യൂ ആണ്. ഡാനൂബ് നദിയെ നോക്കി നിൽക്കുന്ന ഈ കോട്ട 9th സെഞ്ച്വറിയിലാണ് ഈ കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് ഇത് കിങ്ഡം ഓഫ് ഹംഗറിയുടെ ഭാഗമായി തീർന്നു. ഹംഗേറിയൻ രാജാക്കന്മാർ താമസിച്ചിരുന്നു. രാജഭവനമായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു. 1811 ഒരു വലിയ തീപിടുത്തത്തിൽ കോട്ട നശിച്ചു. പിന്നീട് 20th സെഞ്ച്വറിയിലാണ് ഇത് റീബിൽഡ് ചെയ്തിട്ട് ഇന്ന് കാണുന്ന ഈ മനോഹരമായ രീതിയിലേക്ക് എത്തിച്ചത്. ഇതാണ് നമ്മുടെ കാസിലിൻ്റെ സൈഡ് വ്യൂ. അപ്പോൾ നമ്മളാണെങ്കിൽ സൈഡിൽ ബെഞ്ചിലിരുന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു സണ്ണി ഡേ ആയിരുന്നു. പിന്നെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാസിലിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ. ഇവിടെ സ്ലോവാക് നാഷണൽ മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ചരിത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറേ നിരവധി പ്രദർശനങ്ങളൊക്കെ കാണാം. നമ്മുടെ കാസിലിൻ്റെ പിറകിലായിട്ട് നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട് കാണാനായിട്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ സ്ട്രക്ചേർഡായിട്ടും പ്രോപ്പർ ഷേപ്പ് ആൻഡ് ഡിസൈനിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സൊക്കെ ചെറുതായിട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ, എന്നാലും കാണാൻ നല്ല രസമാണ്. ആ അറ്റം വരെ ഗാർഡൻ ഏരിയ തന്നെയാണ്. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും ഇതിൻ്റെ അകത്ത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഇവിടെ വൈറ്റ് സോയിലാണ്. നമ്മുടെ വാക്കിംഗ് പാത്തിലൊക്കെ വൈറ്റ് സോയിലാണ് ഫുള്ള് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഗാർഡൻ ഏരിയയുടെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കയറാൻ തോന്നി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കി നിൽക്കുകയായിരുന്നു.
നല്ല മണമുള്ളൊരു പൂവായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ലഞ്ച് ടൈമായി. വി ഓർഡേർഡ് സമൂസ ചാറ്റ് ഹാസ് എ സ്റ്റാർട്ടർ. ദിസ് ഈസ് അമേസിങ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഫാനായി. റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ഇത് ഞാൻ സെൻറ്ററിൽ ചിക്കൻ ബിരിയാണി, ദെൻ ചിക്കൻ ടിക്ക മസാലക്കറി, ഇതാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലൊക്കേഷൻസ് കാണാനായിട്ട് ഇറങ്ങി. നമ്മൾ നേരത്തെ കണ്ട സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. വളരെ സൈലൻസും അതുപോലെ ആത്മീയവുമാണ് അകത്തെ ഭാഗം. ഈ പള്ളി 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഇത് കിങ്ഡം ഓഫ് ഹംഗറിയുടെ രാജാഭിഷേക പള്ളിയായി ഉപയോഗിച്ചിരുന്നു. ഇവിടെ കുറേ സീറ്റുകളുള്ളത് രാജാക്കന്മാർക്കും ബിഷപ്പ് അതുപോലെ പ്രീസ്റ്റുമാർക്കൊക്കെ ഇരിക്കാനായിട്ടാണ്. ഇവിടെ പള്ളിയിലുള്ള ക്യാൻഡിൽസൊക്കെ ഇങ്ങനെയായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ ബസ് പിടിച്ച് ഞങ്ങൾ ഡെവിൻ കാസിൽ കാണാനായിട്ട് പോയി. ബസ്സിൽ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആയിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. ഡെവിൻ കാസിലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഡെവിൻ കാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. This is the walking path. We have to walk 1 kilometer to reach the ആ ഉയർന്നു നിൽക്കുന്നതാണ് നമ്മുടെ ഡെവിൻ കാസിൽ. ഒരു വലിയ പാറമുകളിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഡാനൂബ് നദിയും അതുപോലെ തന്നെ മൊറാവ നദിയും കൂടി ചേരുന്നൊരു സ്ഥലത്താണ് ഈ കോട്ട ഉള്ളത്. നമ്മുടെ വാക്കിംഗ് പാത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറേ കുതിര അതുപോലെ തന്നെ എമു ഇതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫാമിലി അവയെ എടുത്തു നിന്ന് കാണുകയും അതുപോലെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ സൈക്കിൾ റൈഡേഴ്സും ഈ വഴി പോകുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെവിൻ കാസിൽ. നമ്മളടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാസിലിൻ്റെ സൈഡിലായിട്ട് ഡാനൂബും മൊറാവ റിവറും കൂടി ചേർന്ന് പോകുന്നതൊക്കെ കാണാനായിട്ട് വളരെ നല്ലൊരു രസമുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. നമ്മുടെ സൺസെറ്റ് നമ്മൾ ഇവിടെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. മൈൻഡ് ഭയങ്കര റിഫ്രഷിങ്ങും അതുപോലെ ഹാപ്പിയസ്റ്റ് ടൈം ഏതാണ് ഈ ട്രിപ്പിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ടൈമാണ്. അങ്ങനെ അവിടുത്തെ വ്യൂസൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ദ ബ്ലൂ ചർച്ച് കാണാനായിട്ട് നമ്മൾ വീണ്ടും ബസ് കയറി. അങ്ങനെ ബ്ലൂ ചർച്ചിൻ്റെ അവിടെ എത്തി. നമ്മൾ കാണുന്നത് പോലെ തന്നെ നീല നിറം കൊണ്ട് വളരെയധികം ആകർഷണം നേടിയിരിക്കുന്ന ഒരു പള്ളിയാണിത്. സെയിൻറ്റ് എലിസബത്ത് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഹംഗേറിയൻ രാജകുമാരിയായ സെയിൻറ്റ് എലിസബത്ത് ഓഫ് ഹംഗറിക്ക് സമർപ്പിച്ച ദേവാലയമായതിനാലാണ് സെയിൻറ്റ് എലിസബത്ത് എന്ന പേര് ഈ പള്ളിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴാണെങ്കിൽ ബെഞ്ച്, ഉള്ളിലെ പെയിൻറ്റിങ് എല്ലാം ബ്ലൂ കളറിൽ തന്നെയാണ്. വളരെ ആത്മീയവും ശാന്തവുമായിരുന്നു. അവിടെ കുർബാന നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ അൽത്താരയിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ മെഴുതിരി സ്റ്റാൻഡ് ഇതെല്ലാം നീല കളറിലാണ്. ഇരട്ടി പ്രകാശവും പള്ളിയുടെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചർച്ച കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്
മൈക്കിൾസ് ഗേറ്റ് കാണാനാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കുമ്പോഴേക്കും ഇതാ ഈ കാണുന്നതാണ് മൈക്കിൾസ് ഗേറ്റ്. ഇവിടെ നൈറ്റ് ലൈഫ് പബ്ബും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ടൗൺ സ്ക്വയറിൽ തന്നെയുള്ള ഒരു ചർച്ചാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾഡ് ടൗണിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ വ്യൂസാണ് കാണുന്നത്. അതിനുശേഷം നൈറ്റ് ഞങ്ങളൊരു മാളിൽ നിന്ന് KFC കഴിച്ചു. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. തിരിച്ച് അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.